ഡ്രോപ്പ് ഷിപ്പിംഗ് കോഴ്സിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടു. എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നുള്ളതും എങ്ങനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ചാലഞ്ചസ് എന്താണെന്നുള്ളതും നിലവിലിപ്പോൾ ഇ കൊമേഴ്സിൽ ഇന്ത്യയിൽ എത്രത്തോളം സാധ്യതകളുണ്ട് എന്നുള്ളതും നമ്മൾ നോക്കി. ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് സെറ്റ് ചെയ്യാം, എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് അത് കാണുക, അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. അപ്പോൾ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഏത് നിഷ് സെലക്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ്. നിഷ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള പ്രൊഡക്ട്സ് വിൽക്കണം എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി നിങ്ങൾ ഫൈനലൈസ് ചെയ്യുക. ഓക്കെ, ഇന്ന കാറ്റഗറിയിലുള്ള ഇന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് എനിക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഡിഷ് സെലക്ട് ചെയ്യുക എന്നുള്ളത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ബേസിക്കുമാണ്, പക്ഷേ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് ടൈപ്പിലുള്ള പ്രൊഡക്ട്സ് സെല് ചെയ്യണം എന്നുള്ളതും നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരായിരിക്കും എന്നുള്ളതും നിങ്ങളുടെ ഓവറോൾ ബിസിനസ് സ്ട്രാറ്റജിയും എല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ നിഷ് എന്താണെന്നുള്ളതിനെ ഡിപ്പെൻസ് ആണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു നിഷ് സെലക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. നിഷ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഏത് നിഷാണോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന, ഓവറോൾ നിങ്ങൾക്ക് നല്ലൊരു പാഷനേറ്റ് ആയിട്ട് തോന്നുന്ന ഒരു നിഷ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഐറ്റംസ്, എസ്പെഷ്യലി മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റ്സോ അല്ലെങ്കിൽ ബ്ലൂടൂത്തോ അല്ലെങ്കിൽ അതിൻ്റെ പവർ ബാങ്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ മുകളിൽ നല്ല പാഷനേറ്റ് ആണ്, അതിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് പുതിയതായിട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എൻത്യൂസിയാസം ഉണ്ടല്ലോ, ഈ ഒരു പ്രൊഡക്ട്സിൻ്റെ മുകളിലുള്ള നിങ്ങളുടെ ഒരു താല്പര്യം, അത് നിങ്ങളുടെ മാർക്കറ്റിങ്ങിലും കസ്റ്റമർ സർവീസിലും എല്ലാം റിഫ്ലക്റ്റ് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കാനും ഉള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യിക്കാനൊക്കെ ഈ ഒരു താല്പര്യം നിങ്ങളെ സഹായിക്കുന്നതാണ്. രണ്ടാമതായിട്ട് നിഷ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്കറ്റ് ഡിമാൻഡ് നോക്കാം. അതായത് മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ചിട്ടുള്ള നിഷ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സിനാണ് ഹൈ ഡിമാൻഡ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ട്രെൻഡ്സോ അല്ലെങ്കിൽ യൂബർ സജസ്റ്റോ AHR EFSO അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ടൂൾസായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഏത് ടൈപ്പിലുള്ള പ്രൊഡക്ട്സിനാണ് പോപ്പുലാരിറ്റി അധികം ഉള്ളത്, ഏത് നിഷാണ് കൂടുതൽ വർക്കാവുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും ഒരു ഗ്രോയിങ് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ഡിമാൻഡുള്ള ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് നിഷ് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഇങ്ങനെ കുറഞ്ഞു പോകുന്ന രീതിയിലുള്ള നിഷൊന്നും നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക. കാരണം ഇവഞ്ച്വലി ആ ഒരു ബിസിനസ് ലാപ്സ് ആവും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഡിമാൻഡുള്ള രീതിയിലുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ട്രെൻഡ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ടൂൾസ് നിങ്ങൾ ഉപയോഗിക്കാൻ പ്രോപ്പറായിട്ട് പഠിക്കുക, അതിനുശേഷം അത് യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ നിഷ് സെലക്ട് ചെയ്യുമ്പോൾ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ നോക്കാം. അതായത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു നിഷിന് എത്രത്തോണ്ട് കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരുപാട് കോമ്പറ്റീഷനുള്ള നിഷാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു മാർക്കറ്റിലേക്ക് പെനട്രേറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അല്ല ഇനി കൂടുതൽ കോമ്പറ്റീഷനൊന്നുമില്ല, അതായത് തീരെ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു നിഷാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് ലോ ഡിമാൻഡാണെന്നാണ്. അതായത് പ്രൊഡക്ട്സിന് ഡിമാൻഡ് തീരെ ഇല്ലാത്തതുകൊണ്ടാണ് ഒട്ടുമേ കോമ്പറ്റീഷൻ ഇല്ലാത്തത്, അതായത് വളരെ കുറച്ച് കോമ്പറ്റീഷൻ മാത്രം വരുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ്റെ ബേസിസിലും നിങ്ങൾക്ക് നിഷ് ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കാം. ഇതിനായിട്ട് നിങ്ങൾക്ക് സെംറഷ് അല്ലെങ്കിൽ സ്പൈഫു SPYFU എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾസൊക്കെ ഉപയോഗിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യാനും മാർക്കറ്റിലുള്ള പൊട്ടൻഷ്യൽ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് സപ്ലൈ കുറവാണ് ഡിമാൻഡ് ഇത്രയുണ്ട്, ഇങ്ങനെയുള്ള ഗ്യാപ്സ് ഫൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് മാർക്കറ്റിൽ പെനട്രേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതിനൊരു ഡിമാൻഡ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഡിമാൻഡ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും കറക്റ്റ് സമയത്ത് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ. ഇനി നാലാമത്തെ കാര്യമാണ് പ്രോഫിറ്റ് മാർജിൻ. അതായത് നിങ്ങളൊരു നിഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്രത്തോണ്ട് പ്രോഫിറ്റബിലിറ്റിൻ്റെ ആ ഒരു പ്രൊഡക്ട്സ് സെല് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത് മനസ്സിലാക്കണം. ആ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ എത്രത്തോണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഒരു റീസണബിൾ പ്രോഫിറ്റ് മാർജിൻ നിങ്ങൾക്ക് തരുന്ന രീതിയിലുള്ള
പ്രൊഡക്ട്സ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുഡ്സിൻ്റെ കോസ്റ്റ്, അതായത് പ്രൊഡക്ട്സിൻ്റെ കോസ്റ്റ് എത്രത്തോണ്ട് വരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജസ് എത്ര വരുന്നു എന്നുള്ളതും മറ്റ് എക്സ്പെൻസസ് പാക്കിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് എക്സ്പെൻസസ് എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങളൊരു പ്രോഫിറ്റ് മാർജിൻ മേ ബി ഒരു 25% അല്ലെങ്കിൽ ഇത്ര % എനിക്ക് പ്രോഫിറ്റ് മാർജിൻ വേണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. എന്നിട്ട് ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ നോക്കണം. അപ്പോൾ എപ്പോഴും ഹയർ പ്രൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഒത്തിരി പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് ഹയർ ആയിട്ടുള്ള പ്രോഫിറ്റ് മാർജിൻസ് ഉണ്ടാവും. പക്ഷേ അതിന് അതേപോലെ തന്നെ ഹയർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് കോസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൂടെ മൈൻഡിൽ വെക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 30,000 ഒരു ഡിഷ് വാഷറാണ് നിങ്ങൾ സെല് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കസ്റ്റമർ സർവീസിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ അത് മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റൊക്കെ അതിനനുസരിച്ച് തന്നെ വരും. അപ്പോൾ അത് നിങ്ങൾ മൈൻഡിൽ വെക്കാം. അഞ്ചാമതായിട്ട് നിഷ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സപ്ലയേഴ്സിൻ്റെ അവൈലബിലിറ്റി. അതായത് നിങ്ങൾ ഒരു നിഷ് സെലക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പിലുള്ള പ്രൊഡക്ട്സ് വിൽക്കുന്ന റിലയബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് തീർത്തും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സപ്ലയേഴ്സ് അവൈലബിൾ ആണോ എന്നുള്ളത് കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇതിനായിട്ട് ആലിബാബ, ആലി എക്സ്പ്രസ്, സ്പോക്കറ്റ്, അതായത് SPOCKET എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം, dropship.me എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് സപ്ലയേഴ്സിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെ ഈ ഒരു ഓരോരുത്തരുടെയും സപ്ലയേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസസ്, അവരെ നമുക്ക് എത്രത്തോളം റിലയബിൾ ആണ് എന്നുള്ളത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം ഒരു നിഷ് നമ്മൾ ഫൈനലി കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. നിഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം. അതല്ലാതെ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ലൈറ്റായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നിഷ് വർക്കാവും എന്നുള്ളൊരു കോൺഫിഡൻസ് തരാനും അതുപോലെ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ലൊരു മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഡാറ്റ കളക്ഷനാണ് ചെയ്യുക. അതായത് ആളുകളുടെ താല്പര്യം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഡാറ്റ കളക്ഷൻ ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ബിസിനസ് ഡിസിഷൻസ് എടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം വരുന്നത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരുടെ ഡെമോഗ്രാഫിക്സ്, സൈക്കോഗ്രാഫിക്സ്, അവരുടെ ബൈയിങ് ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ഐഡിയൽ കസ്റ്റമറിനെ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. അവരുടെ ഏജ് എത്രയായിരിക്കും, ജെൻഡർ ഏതായിരിക്കും, ലൊക്കേഷൻ ഏതായിരിക്കും, അവരുടെ താല്പര്യങ്ങൾ എന്തായിരിക്കും, അവരുടെ പർച്ചേസിങ് ഹാബിറ്റ്സ് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഇതാക്കി വെക്കാം. അതായത് ഒരു ഐഡിയൽ കസ്റ്റമർ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതൊന്ന് ഡിഫൈൻ ചെയ്ത് വെക്കാം. രണ്ടാമതായിട്ട് ചെയ്യാവുന്നത് മാർക്കറ്റ് ട്രെൻഡ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഗൂഗിൾ ട്രെൻഡ്സ് ഉപയോഗിക്കാം. സ്റ്റാറ്റിസ്റ്റ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, IBIS വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം. അതിനുശേഷം കറൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്താണ് നിങ്ങളുടെ ഡിഷിൽ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഗ്രോയിങ് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ മാർക്കറ്റ് ഉള്ള ട്രെൻഡ് നിങ്ങൾ നോക്കുക, ആ ഒരു നിഷ് സെലക്ട് ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, അവരുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. ഇതിനായിട്ട് അവരുടെ വെബ്സൈറ്റ്സ് നോക്കാം, അവരുടെ കസ്റ്റമർ റിവ്യൂസ് നോക്കാം, അവരുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇനി അതും അല്ലാതെ സെംറഷ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ ഉപയോഗിക്കാം. സിമിലർ വെബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളുണ്ട്, AHREF എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്, അത് ഉപയോഗിക്കാം. ഇതെല്ലാം നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ട്രാഫിക്കിൻ്റെ സോഴ്സസ് ഏതാണെന്നുള്ളത്, അതായത് അവർക്ക് വെബ്സൈറ്റിലേക്ക് എങ്ങനെയാണ് ആളുകൾ എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം, അവരുടെ കീവേഡ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം, അവരുടെ ബാക്ക് ലിങ്ക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. നാലാമതായിട്ട് നിങ്ങൾക്ക് സർവേസും ഇൻ്റർവ്യൂസും കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഫീഡ്ബാക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കിട്ടാനായിട്ട് സർവേസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് സർവേ മങ്കി പോലെയുള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഗൂഗിൾ ഫോംസ്, ടൈപ്പ് ഫോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് സർവേസ് ക്രിയേറ്റ് ചെയ്യാം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമറിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത്, പ്രിഫറൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു നല്ലൊരു ഇൻസൈറ്റ് നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അഞ്ചാമതായിട്ട് പ്രൊഡക്റ്റ് ഡിമാൻഡ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് കീവേഡ് റിസർച്ച് ടൂൾസ് ആയിട്ടുള്ള യൂബർ സജസ്റ്റ് അല്ലെങ്കിൽ AHREFS, അല്ലാന്നുണ്ടെങ്കിൽ
ഗൂഗിൾ കീവേഡ് പ്ലാനർ ഇതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ പോപ്പുലറായിട്ടുള്ള ആളുകൾ സെർച്ച് ചെയ്യുന്ന ടേംസ് എന്തൊക്കെയാണ് നിങ്ങളുടെ നിഷ് റിലേറ്റഡ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹൈ ആയിട്ടുള്ള സെർച്ച് വോളിയം, അതായത് ആളുകൾ കൂടുതൽ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹയർ ഡിമാൻഡ് എന്ന് പറയുന്നത് ഹയർ സെർച്ച് വോളിയം ഡിഫൈൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സെർച്ച് വോളിയം ഉള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അതിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ളത് കൂടി നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റിലോട്ട് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഇനി ആറാമതായിട്ട് ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് നോക്കുക എന്നുള്ളതും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഓൺലൈൻ ഫോറംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുക. ഫേസ്ബുക്കിലും ഒക്കെയുള്ള ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ നിഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതിനായിട്ട് റെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം, അതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ്, ക്വോറ, ഇതൊക്കെ നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കിട്ടുന്ന, കസ്റ്റമറിൻ്റെ പെയിൻ പോയിൻറ്റ്സ് എന്താണെന്നുള്ളതും അവരുടെ പ്രിഫറൻസ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസാണ്. അപ്പോൾ അത് നോക്കിയിട്ട് മാക്സിമം നമ്മുടെ അഡ്വാൻറ്റേജിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നിഷ് സെലക്ട് ചെയ്ത് മാർക്കറ്റ് റിസർച്ചും കൂടെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഷ് ഫൈനലൈസ് ചെയ്തിട്ട് ബിസിനസ് ഫോം ചെയ്യുന്ന രീതിക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഒരു ലീഗലായിട്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഇന്ത്യയിൽ റൺ ചെയ്യാനായിട്ട് നമുക്ക് ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളതും അതിനായിട്ടുള്ള നെസസറി രജിസ്ട്രേഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു ബിസിനസ് റൺ ചെയ്യാന്നുള്ളതും മനസ്സിലാക്കണം. എന്നിട്ട് അത് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്താൽ മാത്രമാണ് ഗവൺമെൻറ് റെഗുലേഷൻസ് നമ്മൾ കംപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നു നമ്മുടെ ബിസിനസ് നമുക്ക് സ്മൂത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പ് വരുത്താൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളൊരു ബിസിനസ് സ്ട്രക്ചർ സെലക്ട് ചെയ്യണം. അതായത് നിങ്ങൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പായിട്ട് ഒറ്റയ്ക്ക് തന്നെ ബിസിനസ് റൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ട് ഏതെങ്കിലും ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ കൂട്ടിയിട്ടാണോ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പായിട്ടാണോ ഉദ്ദേശിക്കുന്നത്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണോ അല്ലെങ്കിൽ 1 person കമ്പനി ആയിട്ടാണോ, ഇങ്ങനെ ഏതാണ് ലീഗൽ സ്ട്രക്ചർ നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾ കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓരോ സ്ട്രക്ചറിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, ലീഗൽ കോംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതായത് ഒറ്റയ്ക്ക് ബിസിനസ് റൺ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആയിരിക്കും ചെറിയ ബിസിനസ്സിന് സഫീഷ്യൻ്റ് ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് മറ്റ് സ്ട്രക്ചറൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു ബിസിനസ് നെയിം സെലക്ട് ചെയ്യണം. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു റിലവൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ബിസിനസ്സിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഒരു നെയിം സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തു വെക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. എപ്പോഴാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടതെന്നൊക്കെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്തിരുന്നു, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇനി നിങ്ങൾ LLP അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ പോയിട്ട് ആ ഒരു നെയിം അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് നിങ്ങൾക്കൊരു പാൻ കാർഡ് എടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ട്. അപ്പോൾ ബിസിനസ്സിൻ്റെ പാൻ കാർഡ് നിങ്ങൾക്ക് എടുക്കാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പാൻ കാർഡ് എടുക്കാവുന്നതാണ്. പാൻ കാർഡ് നമുക്ക് ടാക്സിനും അതുപോലെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താനൊക്കെ ആയിട്ട് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്, അപ്പോൾ അതെടുക്കണം. അടുത്തതായിട്ട് നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇ-കൊമേഴ്സ് ബിസിനസ്, ഡ്രോപ്പ് ഷിപ്പിംഗ് നിങ്ങൾ ഇ-കൊമേഴ്സിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെബിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GST എടുക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള സെല്ലേഴ്സിന് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്സ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉണ്ടാക്കുന്ന സെയിൽസിൻ്റെ മുകളിലുള്ള ടാക്സ് കളക്ട് ചെയ്തിട്ട് അത് ഓരോ മന്ത് അല്ലെങ്കിൽ ക്വാർട്ടർലി നിങ്ങളത് ഫയൽ ചെയ്യുകയാണ് ചെയ്യുക. അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാവുന്നതാണ്. DGFT അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് നമുക്കത് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് സപ്ലൈസ് ഇന്ത്യക്ക് പുറമേ ആണെന്നുണ്ടെങ്കിൽ, ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് അത്യാവശ്യമാണ്. ഇനി നിങ്ങൾ ഇന്ത്യക്ക് അകത്തുനിന്ന് ഉള്ള സപ്ലൈസിൻ്റെ അടുത്തു നിന്നാണ് പ്രൊഡക്ട്സ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് ബിസിനസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ആവശ്യമില്ല. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആറാമതായിട്ട് ചെയ്യേണ്ട കാര്യം ഒരു ബാങ്ക് അക്കൗണ്ട് ബിസിനസ്സിന് വേണ്ടി ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ മൊത്തം അതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ റെക്കോർഡ്സൊക്കെ ക്ലിയർ ആക്കി വെക്കാനും
നിങ്ങളുടെ ബിസിനസ് എക്സ്പെൻസസ് ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും, സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഏഴാമതായിട്ട് ഇ-കൊമേഴ്സ് റെഗുലേഷൻസുമായിട്ട് കംപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് നിങ്ങൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ബിസിനസ് ചെയ്യുമ്പോഴുള്ള ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളതൊന്ന് ഫെമിലിയറൈസ് ചെയ്ത് വെക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിനകത്ത് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ എന്താണെന്നുള്ളത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ എന്താണെന്നുള്ളത്, ഓൺലൈൻ ട്രാൻസാക്ഷൻസിന് ചെയ്യുമ്പോഴുള്ള ഗൈഡ് ലൈൻസ് എന്താണെന്നുള്ളത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലീഗൽ എഗ്രിമെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, സപ്ലയറുമായിട്ടുള്ള എഗ്രിമെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നുള്ളത്, നമ്മുടെ പ്രൈവസി പോളിസി, വെബ്സൈറ്റിൻ്റെ റീഫണ്ട് പോളിസി, പ്രൈവസി പോളിസി, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ബിസിനസ് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കസ്റ്റമേഴ്സിൻ്റെ അടുത്തും സപ്ലയേഴ്സിൻ്റെ അടുത്തുള്ള ട്രസ്റ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് അടുത്തത് ഒരു ബിസിനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾക്കൊരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിങ്ങളുടെ ഗോൾസ് എന്താണ്, നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും, ഇനി നിങ്ങൾക്ക് പുറത്തുനിന്ന് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനും, നമുക്ക് ചാലഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ പോകാനൊക്കെ ആയിട്ട് കുറച്ചുകൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യും ബിസിനസ് പ്ലാൻസ് ഉണ്ടെങ്കിൽ. ഒന്ന് ലൈറ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ടാക്കും. എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ബ്രീഫ്, ഒരു ഓവർവ്യൂ, നിങ്ങളുടെ മിഷൻ എന്താണെന്നുള്ളത്, നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണെന്നുള്ളത്, നിങ്ങളുടെ കീ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത്, അപ്പോൾ നിങ്ങളുടെ ഒരു യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ, അതായത് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണ് ഒന്ന് എന്താ പറയുക ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടൊന്ന് യുണീക്കായിട്ട് നിൽക്കുന്നത് എന്നുള്ളതൊന്ന് ഹൈലൈറ്റ് ചെയ്ത രീതിയിൽ നിങ്ങൾക്കൊരു സമ്മറി ഉണ്ടാക്കാം ആദ്യം. അതിനുശേഷം ഒരു ബിസിനസ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കണം. അതായത് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് നിങ്ങൾ സെല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്താണെന്നുള്ളത്, നിങ്ങളുടെ ബിസിനസ് സ്ട്രക്ചർ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ളതും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്നാമതായിട്ട് മാർക്കറ്റ് അനാലിസിസ്, അതായത് നിങ്ങളുടെ മാർക്കറ്റ് റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യാം. അതുപോലെ എന്താണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ മാർക്കറ്റ് ട്രെൻഡ്സ് എങ്ങനെയാണ് വരുന്നത്, നിങ്ങളുടെ കോമ്പറ്റീഷൻ എങ്ങനെയാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ എന്നുള്ളത് എഴുതാം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത്, നിങ്ങളുടെ ബിസിനസ്സിന് ഭാവിയിൽ ഫേസ് ചെയ്യാൻ വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്കൊന്ന് ബ്രീഫായിട്ട് എഴുതാം. നാലാമതായിട്ട് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് സ്ട്രാറ്റജി, നിങ്ങളുടെ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ, നിലവിലുള്ള കസ്റ്റമേഴ്സിനെ എങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഡെവലപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ബ്രാൻഡിങ് എങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിങ് എങ്ങനെ വരണം എന്നുള്ളത്, എങ്ങനെ അതിന് പ്രൈസ് ചെയ്യണം ആളുകൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, പിന്നെ അതുപോലെ പ്രൊമോഷൻസ് എങ്ങനെ റൺ ചെയ്യണം, നമുക്ക് അഡ്വർടൈസിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലൂടെ അഡ്വർടൈസിങ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്താം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, കണ്ടൻറ് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നാണ് തീരുമാനിച്ചേക്കുന്നത്, SEO എങ്ങനെ ചെയ്യണം എന്നുള്ളത്, പിന്നെ പെയ്ഡ് അഡ്വർടൈസിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ, നിങ്ങൾക്ക് ട്രാഫിക് എങ്ങനെ കൊണ്ടുവരണം ബേസിക്കലി എന്നുള്ളതാണ് നിങ്ങളിവിടെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെയിൽസ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ള പ്ലാൻസും. അഞ്ചാമതായിട്ട് പ്രൊഡക്റ്റ് സോഴ്സിങ്ങും സപ്ലയർ സ്ട്രാറ്റജിയാണ്. അതായത് നിങ്ങൾ എങ്ങനെ പ്രൊഡക്ട്സ് സോഴ്സ് ചെയ്യും എന്നുള്ളതും, നിങ്ങൾ സപ്ലയേഴ്സുമായിട്ട് എങ്ങനെ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സപ്ലയറിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നത്, അതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. അതുപോലെ ഏത് പ്ലാറ്റ്ഫോംസാണ് നിങ്ങൾ യൂസ് ചെയ്യുക സപ്ലയറിനെ കണ്ടെത്താനായിട്ട്, ആലിബാബാസ് പോക്കറ്റ് അല്ലെങ്കിൽ dropship.me, ഇതിലേത് പ്ലാറ്റ്ഫോംസൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ ക്വാളിറ്റി കൺട്രോൾ ചെക്കിന് നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, ഓർഡർ ഫുൾഫിൽമെൻറ്റ് എങ്ങനെ ചെയ്യും എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് എന്നുള്ളതൊക്കെ ഈ ഒരു സെഷനിൽ എഴുതാം. അടുത്തതായിട്ട് നിങ്ങളുടെ ഓപ്പറേഷൻ പ്ലാൻ, അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസ്, നിങ്ങളുടെ ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സിൻ്റെ ഡെയിലി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് എഴുതാം. ഓർഡർ പ്രോസസ്സിങ് എങ്ങനെ നടക്കും, കസ്റ്റമർ സർവീസ് ആര് പ്രൊവൈഡ് ചെയ്യും, എങ്ങനെ പ്രൊവൈഡ് ചെയ്യും, ഇൻവെൻട്രി എങ്ങനെ മാനേജ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഓപ്പറേഷണൽ പ്ലാനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ മാത്രമല്ല നിങ്ങൾ ഏത് ടൂൾസ് ഉപയോഗിക്കുന്നു, ഏത് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നു, ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് എന്നുള്ളതും നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്.
ഇനി അടുത്തതായിട്ട് ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കണം. അതായത് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കണം. നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത്, നിങ്ങൾ എത്ര റവന്യൂ പ്രതീക്ഷിക്കുന്നു ഓരോ മാസം ഓരോ ഇയർ എന്നുള്ളത്, നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ബ്രേക്ക് ഈവൻ അനാലിസിസ് ഉൾപ്പെടുത്താം. ഏത് സമയത്തായിരിക്കും, ഏത് മാസത്തിലായിരിക്കും നിങ്ങൾ ബ്രേക്ക് ഈവൻ ചെയ്യുന്നത്, നിങ്ങളുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വരും, പ്രൊജക്റ്റഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. നിങ്ങളുടെ ഫണ്ടിങ് റിക്വയർമെൻറ്റ്സ് ഉൾപ്പെടുത്താം. എത്ര ഫണ്ടാണ് നിങ്ങൾക്ക് ഇതിനായിട്ട് ആവശ്യം എന്നുള്ളതും, എന്തൊക്കെയാണ് അതിനുള്ള സോഴ്സസ് എന്നുള്ളതും. ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താം. ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം ഈ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിൻ്റെ സെക്ഷനിൽ. അടുത്തത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ റിസ്ക് എന്താണ്, ചാലഞ്ചസ് എന്താണെന്നുള്ളതും അത് നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതുമാണ് ഈ ഒരു സെഷനിൽ എഴുതുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ ഇത് ഈ എന്തൊക്കെ സ്ട്രാറ്റജീസ് കൊണ്ട് ഇതെല്ലാം ഈ റിസ്ക്കും ചാലഞ്ചസൊക്കെ നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ളതും ഇതിനകത്ത് നിങ്ങൾ എഴുതും. പിന്നെ അതുപോലെ തന്നെ സപ്ലയറിൻ്റെ ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത്, മാർക്കറ്റ് കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യും, ലീഗലി ഇനി എന്തെങ്കിലും റിസ്ക് വന്നാൽ, ടെക്നോളജിക്കലി എന്തെങ്കിലും ചാലഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളതും നമ്മൾ ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതും. അടുത്തതായിട്ട് നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ മൈൽ സ്റ്റോൺസ് എഴുതണം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ഗോൾസും അതുപോലെ തന്നെ മൈൽ സ്റ്റോൺസും നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി സെറ്റ് ചെയ്യാം. അതായത് മേ ബി ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 2 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 മാസത്തോട് കൂടിയിട്ട് ഇന്ന പോലെ നിങ്ങളുടെ ബിസിനസ്സിൽ സംഭവിക്കണം എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഷോർട്ട് ടേം ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അതിൻ്റെ ടൈം ലൈനോട് കൂടിയിട്ടായിരിക്കണം നിങ്ങളിത് എഴുതേണ്ടത്. പിന്നെ നിങ്ങളുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാം, അത് ട്രാക്ക് ചെയ്യാം എന്നുള്ളതും നിങ്ങളിവിടെ മെൻഷൻ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.